ഈ പത്തിരിക്ക് പൊടി കുഴക്കുമ്പോഴേ നമ്മളെ വീട്ടിലൊക്കെ ചൂടോട് കൂടി കുഴക്കും. അങ്ങനെ ചൂടോട് കൂടി കുഴക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് കണ്ടോളി. അങ്ങനത്തെ ആളുകൾക്ക് ഉപകാരപ്പെടും. കുക്കർ നിർബന്ധമാണ്. കുക്കറിലാണ് ഇങ്ങനെ ഈ മെത്തേഡിൽ കുഴക്കാൻ പറ്റുള്ളൂ. കുക്കർ എടുത്തിട്ട് നമ്മൾ പൊടി ആദ്യം അളക്കുക. പൊടി അളക്കണ ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് പൊടി അളന്നാൽ അതിക്ക് 1.5 ഗ്ലാസ് വെള്ളം വേണം. ഞാനിവിടെ എടുത്തതേ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പൊടിയാണ്. 2 ഗ്ലാസ് പൊടി ആയതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം വേണം. ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പും വെച്ചിട്ട് ഇത് തിളക്കണ വരെ കാത്തിരിക്കണം. ആ തിളക്കണ സമയം കൊണ്ട് 2 ഗ്ലാസ് പൊടി അളന്നിട്ട് വെള്ളം തിളച്ചെന്ന് കണ്ടാൽ കൂടുതലൊന്നും ചിന്തിക്കാതെ ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. വെള്ളം തിളച്ചു വന്നപ്പോഴേ അളന്നു വെച്ച ഈ പൊടി ഇതിലോട്ട് ഇട്ടിട്ട് ഇളക്കാൻ പാകമായിട്ടുള്ള ഒരു ചട്ട കൊടുത്തിട്ട് ഇതങ്ങോട്ട് നന്നാക്കി ഇളക്കുക. ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ആക്കാൻ പാടില്ല. ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് കിടക്കണം. സാധാരണ പൊടി വാട്ടണ പോലെ തന്നെ ഇത് നല്ലോണം പൊടിയും വെള്ളവും മിക്സ് ആക്കി ഏകദേശം ഈ ഒരു രൂപത്തിലായി വരുമ്പോഴേ നമ്മൾ ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ആക്കും. ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ, പൊടിയിൽ വെള്ളം കൂടുമെന്നുള്ള വേചാരം വേണ്ട. ഏത് കപ്പിലാണോ പൊടി ഇളക്കണം അതേ കപ്പിന് തന്നെ വെള്ളം ഇളക്കുക. ഒരു കപ്പ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം. പൊടിയും വെള്ളം മിക്സ് ആയി എന്ന് കണ്ടാൽ കൂടുതലൊന്നും ചിന്തിക്കാതെ കുക്കറിനെ മൂടി പെട്ടെന്ന് അടച്ചു വെച്ചിട്ട് അസർ നിസ്കാരത്തിന്റെ മുന്നേ പൊടി കുഴച്ചിട്ട് അസർ നിസ്കരിച്ച് വന്നിട്ട് ഈ കുക്കറൊന്ന് തുറന്നു നോക്കിയാൽ നമ്മളെ പത്തിരിക്കുള്ള പൊടി ഏകദേശം ആ ഹാവി കിടന്നുകൊണ്ട് തന്നെ വെന്തുണ്ടാവും. പിന്നെ കയ്യുമ്മൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് കുഴച്ചാൽ മതി. നല്ല സോഫ്റ്റ് ഉള്ള പത്തിരിപ്പൊടി റെഡി. മാക്സിമം ഒരു 20-25 മിനിറ്റോളം ഈ കുക്കറിൽ ഈ പൊടി ഇട്ട് വെക്കണം. എന്നാലാണ് കൂടുതൽ നേരം കുഴക്കാതെ ചൂടാറിയ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. കുഴച്ച് വരുമ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ സാധാ പത്തിരി തിന്നണ മാതിരി തന്നെ നമുക്ക് തിന്നാൻ പറ്റും. ഈ ഒരു രീതിയിലേ പത്തിരിന്റെ പൊടി കുഴക്കണ ആളുകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അപ്പം നമുക്ക് പൊടി വാട്ടേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ തീരും. എന്റെ പത്തിരി ബ്രഷ് കേടായ കാരണത്താൽ ഞാൻ ഉള്ളിൽ കവർ ഇട്ട് കണ്ടാണ് പത്തിരി പരത്തുന്നത്. പ്രവാസികൾക്കൊക്കെ നെയ്സ് പത്തിരി തിന്നാൻ പൂതിയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. പത്തിരി പരത്തി കഴിഞ്ഞിട്ട് പൊടി കൊടുക്കുന്ന സമയത്ത് കൂടുതലായി പൊടി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഡെയിലി വൈകുന്നേരം നോമ്പറക്കാൻ നേരത്തെ പത്തിരി ചുടേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക ഉപകാരപ്പെട്ടുകണോ ഇല്ലെന്ന്. നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു. നല്ല സാധാരണത്തെ പത്തിരിമാതിരി തന്നെ നല്ല പൊള്ളി വരും. വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നൊക്കെ ഇത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.